അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് അവിടുത്തെ വിശ്വപ്രസിദ്ധമായ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന മഹത് ഗ്രന്ഥത്തിൽ ഒരു കഥ പറയുന്നുണ്ട്, ഒരു സാങ്കല്പിക കഥ. ഒരു മനുഷ്യൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെ അവസ്ഥയെ വരച്ചു കാണിക്കുന്ന ഒരുപാട് ഗുണപാഠമുള്ള ഒരു കഥയാണ് മഹാനായ ഇമാം ആ സാങ്കല്പിക കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു കൊടുങ്കാട്ടിൽ അകപ്പെട്ടു. ആ മനുഷ്യനെ തേടി പിന്തുടർന്നുകൊണ്ട് ഒരു ഭീകരമായ സിംഹം. പേടിച്ചരണ്ട മനുഷ്യൻ പ്രാണരക്ഷാർത്ഥം ഓടി. ആ സിംഹം അവനെ പിടികൂടാനായി അവൻ്റെ പിന്നിലൂടെ ഓടുന്ന ഓട്ടത്തിനിടയിൽ കാൽ വഴുതി ആ മനുഷ്യൻ ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീണു. ആ വീഴുന്ന വീഴ്ചയിൽ ആ മനുഷ്യൻ ആ പൊട്ടക്കിണറ്റിലേക്ക് തൂങ്ങി നിന്ന കാട്ടുവള്ളിയിൽ പിടുത്തം കിട്ടി. ആ മനുഷ്യൻ താഴോട്ട് നോക്കിയപ്പോൾ ഒരു സർപ്പം അവനെ പിടികൂടാനായി അവിടെ കാത്തു നിൽക്കുകയാണ്. പേടിച്ചരണ്ട മനുഷ്യൻ താൻ പിടിച്ച പിടിവള്ളിയിലേക്ക് നോക്കിയപ്പോൾ കറുപ്പും വെളുപ്പുമുള്ള 2 എലികൾ ആ പിടിവള്ളി കാർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാത്ത ആ മനുഷ്യൻ നിരാശനായി തല താഴ്ത്തിയിരുന്നു. പെട്ടെന്ന് അവൻ്റെ തലയിൽ ഒരു നനവ് അനുഭവപ്പെട്ടു. ആ നനവ് എന്താണെന്നറിയാൻ വേണ്ടി ആ മനുഷ്യൻ തല ഉയർത്തി നോക്കിയപ്പോൾ അടുത്ത തുള്ളിയിറ്റിയത് ആ മനുഷ്യൻ്റെ 2 ചുണ്ടുകൾക്കിടയിലായിരുന്നു. ആ മനുഷ്യൻ ആർത്തിയോടെ ആ തുള്ളി നുകർന്നു. അത് മാധുര്യമുള്ള തേൻതുള്ളിയായിരുന്നു. ആ കിണറ്റിലേക്ക് ചാഞ്ഞു നിന്ന ഒരു മരത്തിൽ നിന്ന് തേനീച്ചക്കൂട് പൊട്ടി ആ തേനീച്ചയുടെ തേൻതുള്ളിയായിരുന്നു അത്. ആ മനുഷ്യൻ അടുത്ത തുള്ളിക്കായി നാവ് നീട്ടി. ആ തേൻതുള്ളിയുടെ മാധുര്യം അനുഭവപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ എല്ലാം വിസ്മരിച്ചു, മറന്നു കളഞ്ഞു. അവനെ പിന്തുടർന്ന സിംഹത്തെ അവൻ മറന്നുപോയി. അവനെ കാത്തു നിൽക്കുന്ന ആ ഒരു ഭീകരമായ സർപ്പം, അതിനെ അവൻ വിസ്മരിച്ചു. അവൻ പിടിച്ച പിടിവള്ളി ഇപ്പോൾ പൊട്ടി വീഴുമെന്നുള്ള ഭയം പോലും അവനില്ലാതെ അവനെല്ലാം മറന്ന് ആ തേൻതുള്ളിയുടെ ആസ്വാദനത്തിലായി മുഴുകി. ഇതാണ് ഒരു മനുഷ്യൻ്റെ ദുന്യവിയായ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുകയാണ്. സത്യത്തിൽ ഈ കഥയിലൂടെ ആ മഹാനായ ഷേഖ് നമ്മെ പഠിപ്പിക്കുന്നത് ആ മനുഷ്യനെ തേടി വന്ന ആ സിംഹം എന്നുള്ളത് ആ മനുഷ്യൻ്റെ മരണമാണ്, മലക്കാണ്. അവനെ കാത്തു നിൽക്കുന്ന ആ ഒരു സർപ്പമെന്നുള്ളത് അവൻ ചെല്ലാനുള്ള ഖബറാണ്. അവൻ പിടിച്ച പിടിവള്ളി, അതാണ് അവൻ്റെ ആയുസ്. ആ പിടിവള്ളി കാർന്നു തിന്നുന്ന കറുപ്പും വെളുപ്പുമുള്ള 2 എലികൾ, അത് രാപ്പകലുകളാണ്. ആ രാപ്പകലുകൾ മാറി മറിഞ്ഞ് അവൻ്റെ ആയുസ് തീരുന്നു എന്നുള്ള ചിന്തയില്ലാത്ത, മരണഭയമില്ലാത്ത, ഖബറിന ഭയമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ദുനിയാവിൻ്റെ ആ ഒരു മധു നുകർന്നാൽ ഒരു മനുഷ്യനുണ്ടാവുക എന്നുള്ള വളരെ ഗുണപാഠമുള്ള ഒരു കഥയാണ് മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ജീവിതം നശ്വരമാണ്. ശാശ്വതമായ ഒരു ജീവിതത്തിലേക്കുള്ള കാൽവെപ്പുകളാണ് നാം നടത്തേണ്ടത്. അല്ലാഹു ദുനിയാവും ആഖിറവും വിജയിച്ച മുത്തഖീങ്ങളിൽ നമ്മെ ചേർക്കുമാറാവട്ടെ.